ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ സബ്സ്ക്രിപ്ഷനും മെമ്പർഷിപ്പും ഒക്കെ നടത്തുന്ന സ്ത്രീകളെ കുറിച്ച് തന്നെ. ഇങ്ങനത്തെ വീഡിയോ ഇപ്പൊ കുറച്ചൊക്കെ ആയി ഞാനും ചാനലിൽ ഇടുന്നത്. ഇതെന്താ മായ ഇത് തിരഞ്ഞെടുക്കുന്നത് എന്ന് ചിന്തിക്കരുത്. ഇപ്പോൾ ഏതായാലും നമ്മുടെ അശ്വിനി 1 കോടി രൂപ മാസം കിട്ടിയതിന്റെ അത് മാതൃകയാക്കി വീട്ടമ്മമാരായ പല സ്ത്രീകളും മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതൊരു മാതൃകയാണ്. ആരെന്ത് ചെയ്താലും അങ്ങനെ. കാരണം വെറുതെ ഇരുന്ന് വേർപ്പൊഴുകാതെ വെറുതെ ഒരു റീൽസ് എടുത്തിടുന്നു, എന്തെങ്കിലും ഒരു കുറച്ചൊക്കെ കാണാവുന്ന കഷമൊക്കെ കാണിക്കുന്ന രീതിക്കുള്ള വേഷമൊക്കെ ഇട്ട് ഒരു പാട്ടും പാടും, ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പാട്ടും കാണും, അത് വെച്ചൊരു കുറെ ആശനം കാണിക്കും. അത് കണ്ട് ഇഷ്ടം പോലെ ഞരമ്പന്മാരും പുരുഷന്മാരുമായിട്ടുള്ളവർ കാണും. കോടികൾ മാസവരുമാനം ഉണ്ടാക്കുക, എളുപ്പ വഴി. പക്ഷെ അപ്പോഴും നമ്മൾ ചിന്തിക്കുന്നുണ്ട് ഇവരെ എങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നു. അതിന് ഇന്ന് വരെ ഉത്തരം കിട്ടിയിട്ടില്ല. എങ്ങനെ പുറത്തിറങ്ങും? ബന്ധുക്കാരുടെ ഒരു ഫംഗ്ഷൻ, ഒരു കല്യാണം, അല്ലെ ഒരു കടയിലോട്ട് പോകുന്നു. ഒരു കടയിലോട്ട് നടന്നു പോകുമ്പോഴും ഇത് കണ്ടിട്ടുള്ള ആൾക്കാർ എങ്ങനെ ഇവർ ഫേസ് ചെയ്യും? പക്ഷെ ഇതിനൊക്കെ മറുപടി അവർ പറയുന്നത് സിനിമാ താരങ്ങള് പല ഇതിനു വേണ്ടി ചെയ്യാറില്ലേ, ഓരോ ക്യാരക്ടറിന് അനിവാര്യമാണെങ്കിൽ അവര് ചെയ്യാറുണ്ടല്ലോ എന്നുള്ളതാണ്. അതുപോലെ ആയിരിക്കാം ഇവർ ചിന്തിക്കുന്നത് കേട്ടോ. നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവർ എങ്ങനെ ഒരു പലചരക്കട വരെയും പോകും ഈ കാട്ടായം കാണിച്ചിട്ട് എന്നൊക്കെയാണ് നമുക്ക് തോന്നുന്നത്. ഏതായാലും ഇപ്പൊ പലരുടെയും കണ്ടിട്ടുണ്ട് ഈ മെമ്പർഷിപ്പ് ലൈവിലൊക്കെ വന്നിരിക്കുന്നത്. കാണുമ്പോൾ നമുക്ക് ഒരു ഡാഷ് ലുക്ക് തോന്നും എന്ന് നമ്മൾ പറയും. ആ വാക്ക് ഉപയോഗിക്കുന്നില്ല, അത് എന്താന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് കണ്ടാൽ അങ്ങനെ തോന്നും, ആ ഒരു ലുക്കാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേങ്കിൽ അങ്ങനെയൊന്നുമല്ലാതെ വളരെ ശാലീനത തോന്നുന്ന ഒരു ശാലീന സുന്ദരിയായ ഒരു വീട്ടമ്മയായിട്ട് തോന്നിയ ഒരു യുവതി ഈ രംഗത്തേക്ക് യുദ്ധം ചെയ്യാം. മറ്റുള്ള ആൾക്കാരുണ്ടല്ലോ, അതുകൊണ്ട് മത്സര രംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ അവര് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന അതൊന്ന് കേൾക്കാം. നമസ്കാരം, എല്ലാവർക്കും സുഖമല്ലേ? ഞാനൊരു യൂട്യൂബ് ചാനലും കൂടി തുടങ്ങാം കേട്ടോ. ടോക്ക് വിത്ത് അഷിത എന്നാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ കാണണം. അപ്പം എനിക്ക് ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ട് ഈ ചാനലിലും തരണം. എൻ്റെ മറ്റുള്ള ചാനലുകൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും നിങ്ങൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. അപ്പം ഈ ഒരു ചാനലിനും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ടോക്ക് വിത്ത് അഷിത, അതാണ് പറഞ്ഞത്, ടോക്ക് വിത്ത് അഷിത. അപ്പം അഷിത രാവിലെ അമ്പലത്തിൽ പോവും, രാത്രി തുണി പറിക്കും. ഹലോ, രാവിലെ ഇന്ന് അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മസാല ദോശ എന്ന് പറഞ്ഞാൽ അതൊരു വികാരം തന്നെയാണ് കേട്ടോ. അപ്പം ഇന്ന് രാവിലെ അമ്പലത്തിലൊക്കെ പോയി മസാല ദോശയൊക്കെ കഴിച്ചു. എനിക്ക് മസാല ദോശേനെക്കാട്ടും ഇഷ്ടം ഇവിടെ വേറൊരു സാധനം ഉണ്ട്, അതാട്ടോ മെയിനായി. ഓക്കെ, അപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കും കേട്ടോ. ഞാൻ സംസാരിക്കും. അപ്പോൾ മാക്സിമം മലയാളം സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കണം. എന്താണ് അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ഫറൂഖ് പാലത്തിൻ്റെ അടുത്തുള്ള ഒരു പാർക്കിൽ, ചിൽഡ്രൻസ് പാർക്കിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരു പോപ്കോണിൻ്റെ ഷോപ്പുണ്ട്. പൊതുവെ ആൾ കുറവാണ്. അപ്പോൾ അവിടെ ഒരു ചേട്ടനുണ്ട്. നമുക്ക് ആ ചേട്ടനോടൊന്ന് ചോദിച്ചു നോക്കാം മലയാളം പറയാൻ പറ്റുമോ. ഹായ്, നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് ബാലുശ്ശേരി കൂരാച്ചുണ്ടലേക്ക് പോകുന്ന വഴിക്കുള്ള കൊട്ടാരമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് തൃക്കുറ്റിശ്ശേരി പാലത്തിൻ്റെ ഒക്കെ അടുത്തുള്ളൊരു തട്ടുകടയിലാണ്. എൻ്റെ മുന്നിലാണ് ഞാനുള്ളത്. മുന്നിലല്ല, അതിൻ്റെ തൊട്ടടുത്താണ്. അപ്പം ഒരു നടത്തുന്നൊരു ഇതേ നമ്മുടെ ഒരു യൂട്യൂബ് ചാനലാണ്. ഇതിലെന്താണുള്ളതെന്നറിയോ? ഇംഗ്ലീഷ് വാക്കുകൾ. ഇപ്പം ഞാൻ കുട്ടിക്കാരനോട് സംസാരിക്കുമ്പോൾ നിങ്ങളെപ്പോഴും ഇംഗ്ലീഷ് വാക്ക്, ഇപ്പോൾ ഞാൻ ഹലോ പറഞ്ഞപ്പോൾ നിങ്ങൾ ഹലോ പറഞ്ഞു. നല്ലൊരു ഗ്രാമഭംഗി എല്ലാം ഉണ്ട്. അവതരിപ്പിക്കുന്ന യുവതിക്കും ഒരു ഗ്രാമീണത, ശാലീന ഭംഗിയുണ്ട്. ശാലീന സുന്ദരി നിൻ തുമ്പ് കെട്ടിയിട്ട ചുരുൾമുടിയിൽ എന്ന് പറയും. അതുപോലെ ചുരുൾമുടിയൊക്കെ ആയിട്ട് വളരെ ശാലീന സുന്ദരിയാണ്. പക്ഷേ എങ്കിൽ പിന്നീട് അങ്ങോട്ട് മദാലസ്യായി മാറുന്ന കാണണ്ടേ. മധുര സ്വപ്നങ്ങളെ ജുവാൻ പറടാ. ഞാനിപ്പോൾ വരാം. ഓ ആയിക്കോട്ടെ, സുമേഷ് ഒന്ന് താഴത്തടി എന്ത് പോ മെമ്പർഷിപ്പ് എടുക്കടാ 599.
സത്യത്തിൽ സാധാരണ ഒരു വീട്ടമ്മ അവരെ കണ്ടാലറിയാം. സാധാരണ പോലെ സാധാരണ ഇപ്പൊ നമ്മൾ മെമ്പർഷിപ്പിലെ നിശാന ബ്ലോഗ് അങ്ങനെ കുറെ എണ്ണം ഉണ്ട്. എല്ലാത്തിന്റെയൊന്നും പേര് എനിക്കറിയത്തില്ല, കുറെ നടത്തുന്നു. പക്ഷെ അവർക്കൊക്കെ വേറൊരു ലുക്കുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലത്തെ ഒരു ലുക്ക്. ഈ സ്ത്രീയെ കണ്ടാൽ നമുക്ക് അങ്ങനെ പറയാൻ തോന്നില്ല. എന്നിട്ടും അവരിതിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ്. പൈസയ്ക്ക് വേണ്ടി തന്നെ ആയിരിക്കാം, അല്ലാതൊന്നുമല്ല. ഈ ശാലീന സുന്ദരിന്ന് നേരെ ഒരു മദാലസയുടെ രൂപത്തിലേക്ക് മാറി ഈ ശരീരം മുഴുവൻ ഇങ്ങനെ പൊതുജനങ്ങളെ കാണിച്ച് കാശുണ്ടാക്കുന്ന രീതിയിലേക്ക് മാറി. അവർക്ക് എന്തേലും ബാക്ക്ഗ്രൗണ്ടിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, അല്ലാതെ ഒരുമാതിരി സ്ത്രീകളൊന്നും ആ ഒരു ലെവലിലേക്ക് എത്തണ വലിയ പാടാണ്. അപ്പൊ അവരങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ അത്രേ അവർക്ക് പറയാൻ കഥനകഥ കാണും. നമ്മള് ഇപ്പം പണ്ടൊക്കെ ആൾക്കാർ പറയില്ലേ, ഏതൊരു വേശ്യയോട് ചോദിച്ചാലും അവൾക്ക് പുറകിൽ ഒരു കഥയുണ്ടാവും പറയാൻ. അങ്ങനെ കേട്ടിട്ടുണ്ട്. എന്തോ ഒരു ചതിയുടെ വഞ്ചനയുടെ കഥ ഇല്ലായ്മയുടെ എന്തിന്റെയും ഒക്കെ ഒരു കഥയുണ്ടാവും. അതേപോലെ ഇപ്പൊ ഈ സബ്സ്ക്രിപ്ഷനിലേക്ക് കടന്നു വരുന്നവർക്ക് കഥയുണ്ട് പറയാൻ. നമ്മുടെ രേണുസുതിക്ക് അങ്ങനത്തെ കഥയൊന്നുമില്ല, കാശിന് ആർത്തി കൊണ്ട് പോയതാണ്. അതുപോലെ തന്നെ അശ്വിനി ആണെങ്കിലും അതെ, കോടികൾ ഉണ്ടാക്കാൻ വേണ്ടി പോയ കഥയൊന്നുമില്ല. അതല്ലാതെ ഇപ്പൊ മെമ്പർഷിപ്പിലായി ഒക്കെ നടത്തുന്നത് ഒരു സ്ത്രീ ഉണ്ട് കേട്ടോ. ഇതുപോലെ അവര് ഹോം നേഴ്സ് എങ്ങാണ്ട, പക്ഷെ അവരുടെ കുട്ടി ശകലം ഡിസബിലിറ്റി ബാധിച്ച ഒരു കൊച്ച് കിടപ്പാണ്. ആ കൊച്ചിനെ നോക്കണം. അപ്പൊ പുറത്തിറങ്ങി അവർക്ക് ജോലിക്ക് പോകാൻ പറ്റാതെയൊക്കെ അവരിത് ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ ഇവർക്കും കാണുമായിരിക്കാം. പക്ഷേങ്കിൽ അപ്പോഴും ഒന്ന് പറയേണ്ട കാര്യമുണ്ട്. എന്ത് അവസ്ഥയുണ്ടെന്ന് പറഞ്ഞാലും ഈ വഴി തിരഞ്ഞെടുക്കരുത്. മറ്റു പല വഴികളുണ്ട്. അതായത് മാനം വിറ്റ് ചോറുണ്ണുക എന്ന് പറയുന്നതിനെ നമുക്ക് ഒരിക്കലും, മലയാളിയായി പറഞ്ഞ ഒരാൾക്കും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റിയല്ല. ശരീരം വിറ്റ് കഴിയാന്ന് പറഞ്ഞാൽ അത് ആ ലെവലിൽ അത് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ തെണ്ടാൻ ഇറങ്ങുമ്പം ആൾക്കാർ മുന്നിൽ വരുമ്പം പറയാറില്ലേ, കൊടുക്കണ്ട, കാശ് കൊടുക്കണ്ട, കളിപ്പിക്കാറ്. അപ്പോഴും അവിടെ ഒരു പോയിന്റ് പറയാറുണ്ട്, മറ്റൊരാളുടെ മുന്നിൽ ഇങ്ങനെ കൈ നീട്ടണമെങ്കിൽ കൈ നീട്ടാനുള്ള ഒരു മനസ്സുണ്ട്. ആ മനസ്സ് എല്ലാവർക്കും കിട്ടുകയില്ല. കൈ നീട്ടേണ്ട അവസ്ഥ വന്നാൽ ചിലർ ആത്മഹത്യ ചെയ്യും. അഭിമാനമാണ് വലുത്. പക്ഷെ കൈ നീട്ടാൻ അവർ കൈ നീട്ടുന്നുണ്ടെങ്കിൽ അത് ഓർത്ത് മാത്രം നമ്മൾ പൈസ കൊടുക്കണം എന്ന് പറയും. കാരണം കൈ നീട്ടാൻ എല്ലാവർക്കും സാധിക്കില്ല. അതേ പോയിന്റാണ് ഇവിടെ. പൈസ ഇല്ലായിരിക്കാം, പൈസ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, ജീവിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഭർത്താവ് വല്ല തളർവാദം പിടിച്ച് കിടപ്പായിരിക്കാം, മക്കളെ നോക്കണം, ഇങ്ങനെ കുറെ കഥകളൊക്കെ ആൾക്കാർക്ക് പറയാനുണ്ടാവും. പക്ഷേങ്കിൽ അതിന് ഈ തൊഴിൽ തിരഞ്ഞെടുക്കണമെങ്കിൽ അതില്ലാത്തൊരു പ്രശ്നമുണ്ട്. എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇന്ന് നല്ല ശമ്പളം കിട്ടുന്ന ജോലികൾ സ്ത്രീകൾക്കായിട്ടുണ്ട്, എപ്പോഴും ഉണ്ട്. ഞാൻ എപ്പോഴും പറയാറില്ലേ, എറണാകുളത്തൊക്കെ ഫ്ലാറ്റുകളിൽ 1 മണിക്കൂർ ഒന്ന് ചെന്ന് അടിച്ചു വാരി തുത്ത് കഴുകിയിട്ട് പോന്നിട്ടുണ്ടെങ്കിൽ 10-30,000 രൂപ വെച്ച് കിട്ടും. ആ ഒരു ഫ്ലാറ്റിൽ തന്നെ എത്രയോ വീടുകളാണ്. അതിന് പുറമെ നോക്കുമ്പം അഭിമാനമില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ആരുടെയും മുന്നിൽ ഇങ്ങനെ തുണി അഴിച്ച് പാവാടച്ചരട് അഴിച്ചു കൊടുത്തിട്ടല്ല കാശുണ്ടാക്കുന്ന അഭിമാനത്തോടെ ചില സിനിമയിൽ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ. അതാണ് ആ ജോലിക്ക്. അപ്പൊ അതിന്റെ ഒരു അഭിമാനമുണ്ട്. പക്ഷെ ഈ ജോലിക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇത് എന്താണ് ചെയ്യുന്നത്? ഇത് ചുമ്മാ ഒന്നും അധികം പറയുന്നില്ല. എന്താണേലും ഇവരെ കണ്ടപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത തോന്നി. ഒരു നല്ലൊരു വീട്ടമ്മയുടെ ഒരു ലുക്ക്. അതിനുശേഷം നല്ല ചാനലായിരുന്നു എന്ന് പറയുന്നു. ആദ്യകാലത്ത് ചാനലിൽ നമ്മൾ കണ്ടല്ലോ, നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അതിൽ റീച്ച് ഇല്ലാന്ന് കണ്ടപ്പോഴത്തേന് പെട്ടെന്ന് ഇതിലേക്ക് ഇങ്ങനെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി, റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ അങ്ങ് ചാടി. ഇത് റീച്ച് ഉണ്ടാവും കേട്ടോ. കേരളത്തിലെ ഞരമ്പന്മാരെന്ന് പറഞ്ഞാൽ അശ്വനിക്ക് 1 കോടി രൂപ ഉണ്ടാക്കി കൊടുത്താണെങ്കിൽ ഇവര് പുറകോട്ട് പോകത്തേയില്ല. ഇപ്പൊ വളരെ ഫോളോവേഴ്സൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും എല്ലാം ഇവർക്ക് ഫോളോവേഴ്സ് ഏറെയുണ്ട്. അപ്പൊ ഇവർക്ക് ഇനി പുറകോട്ട് ഒരു സ്റ്റെപ്പ് വെക്കേണ്ടി വരികയില്ല. ഇവര് പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ പൈസ, ഇഷ്ടംപോലെ പൈസ കിട്ടും. ക്യൂ ആയിരിക്കും, അവിടെ ലൈവിലൊക്കെ ക്യൂ ആയിരിക്കും ആൾക്കാര്. ഇതെല്ലാം സത്യമാണ്. പക്ഷെ ഇങ്ങനെ പൈസ ഉണ്ടാക്കി തിന്നിട്ട് കിടന്നാൽ ഉറക്കം വരുമോ ഇല്ലയോ എന്നുള്ളത് അവർക്കേ അറിയത്തുള്ളൂ. നമുക്ക് ഏതായാലും ഉറക്കം വരികയില്ല. എന്നാലും ഇവരെ കണ്ടപ്പോൾ ഒരു പ്രത്യേകത തോന്നിയോണ്ട് വീഡിയോ ചെയ്താണ്. ഇത് ജിനു ചെയ്ത വീഡിയോ ആണ്, അതാണ് ഞാനും എടുത്തത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.